കൊള്ളാം, ക്യാമറസൊക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം, ഒരു ഫെസ്റ്റിവൽ പടം. ആക്ഷനൊക്കെ കൊള്ളാം, പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി, സൂപ്പർ സൂപ്പർ ഇടലാം പടം. ഇടലെന്ന് വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഡയലോഗ് തന്നെയാണ്. മമ്പറംപള്ളിയിലെ ഉറൂസ് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം. നല്ല ആക്ഷൻ, നല്ല ആക്ഷൻ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. സൂപ്പർ പടം. അങ്ങനെ അത്രേ ഉള്ളൂ. പടത്തിന് ഇഷ്ടപ്പെടാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ പടം. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ട് കൊണ്ടങ്ങ് പൊട്ടിച്ചു. അഭിനയമായിട്ട് എല്ലാം നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ, അതുപോലെ തന്നെ അഭിനയം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഭിനയങ്ങളായി. ആക്ഷനും എല്ലാം സൂപ്പറായിട്ട്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ചെയ്ത ആരൊക്കെയാണെന്നത്, അതുകൊണ്ട് പിന്നെ പറയാനില്ല. പിന്നെ പൃഥ്വിരാജിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ വിജയുടെ ആ ഒരു ലെവലിലേക്ക് പോകുന്നത് പോലെയൊക്കെ തോന്നിപ്പോയി ചില സമയങ്ങളിൽ ആക്ഷനിലോട്ട് പോയപ്പോൾ. അതൊരു പെർഫോമൻസ് ആ ഒരു ഇത് വന്നു. സിനിമ അടിപൊളി, കിടിലൻ സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്, തിയേറ്റർ വാച്ചാണ്, എല്ലാവരും കാണണം. അടിപൊളി സിനിമ, നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. പൃഥ്വിരാജ് എല്ലാവരും നല്ല സൂപ്പർ, നല്ല സിനിമ. കൊള്ളാം കൊള്ളാം, നല്ല അടിപൊളി, സൂപ്പർ. അടിപൊളിയാണ്, എല്ലാവരും അടിപൊളി. സെറ്റപ്പാണ്, കിടിലമാണ്. ബോറായിരുന്നു, കുഴപ്പമില്ല ബ്രോ, ആവറേജ് പടം. അടിപൊളി പടം, അടിപൊളി അടിപൊളി. കൊള്ളാം, നല്ല പടം. കൊള്ളാം കൊള്ളാം. ഭയങ്കര ഹാപ്പിനെസ്. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. പൊളിച്ചു. സൂപ്പർ, മണി. നല്ല പടമായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ നൈസായിരുന്നു. കിട്ടിയ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറായിരുന്നു, സെക്കൻഡ് ഹാഫ് കിടിലായിരുന്നു. ആക്ഷനൊക്കെ കിടിലായിരുന്നു, രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ കിടിലായിരുന്നു. പടം സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതുവരെ ഡൗണും അപ്പും ആയിട്ട് പോണ. പിന്നെ പൃഥ്വിരാജിന്റെ ഓറയും ജെക്സ് ബിജോന്റെ ബിജിഎമാണ്. ആ ക്യാമിയോ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ലാഗ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഹൈപ്പിടാതെ പോയാൽ മതി. അടിപൊളി. ഖലീഫ കൊള്ളാം ബ്രോ, അടിപൊളി പടം. ഭയങ്കര കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് പിന്നെ ഡയലോഗ്സ് ഒക്കെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നി, അതേ ഉള്ളൂ. അത് സാധാരണ വിഷയമല്ല. കൊള്ളാം ബ്രോ. ആകെയുള്ളൊരു പോരായ്മ അതിൻ്റെ റൺ ടൈമാണ്, കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് പൃഥ്വിരാജ് ഷോയാണ്. പുള്ളിക്ക് 43 വയസ്സിൽ പുള്ളി ഈ ഗ്ലാമറിനെ അതിനകത്ത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമിയോസ് ഒക്കെ കൊള്ളാം. അടുത്തൊരു പടത്തിൽ കുറച്ചുകൂടെ പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ക്രിസ്പാക്കി കട്ട് ചെയ്തിരുന്നെങ്കിൽ, പേസ് കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. സ്റ്റിൽ ഇറ്റ്സ് അടിപൊളിയാണ്. അടിപൊളി, അടിപൊളി. എൻ്റെ മോൻ ഇതേപോലെയാണ് ഇരിക്കണം. എൻ്റെ മോനൊക്കെ ഞാൻ കാണിച്ചത്. എനിക്ക് പൃഥ്വിരാജിൻ്റെ പടമെന്ന് വെച്ചാൽ ഇഷ്ടം. എനിക്ക് എൻ്റെ മോനെ കാണുമ്പോൾ എൻ്റെ മോനെ കാണണം. എൻ്റെ ലോകത്തില്ല ഈ മോൻ, ഈ ലോകത്തില്ല. ഒരു പെർഫോമൻസ് ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ഓറ പുള്ളിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ പുള്ളി ഓരോരോ എൻട്രി പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള രസം അത് തന്നെയായിരുന്നു. പടം നല്ല പടമായിരുന്നു. പൃഥ്വിരാജിനെ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. പിന്നെ അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ക്യാമിയോ എല്ലാവർക്കും അറിയാം, അത് പിന്നെ ഒന്നും പറയണ്ടല്ലോ.